സംസ്ഥാനത്ത് സാമ്പത്തിക പ്രതിസന്ധി അതിരൂക്ഷമായിരിക്കെ എറണാകുളം ജില്ലയിൽ തദ്ദേശ സ്ഥാപനങ്ങളിലെ പ്രവൃത്തികൾ പ്രതിസന്ധിയിലാകുന്നു. ജില്ലാ പഞ്ചായത്ത് നടപ്പിലാക്കിയ വിവിധ പദ്ധതികളുടെ ബില്ലായി കരാറുകാർക്ക് നൽകാനുള്ളത് കോടികളാണ്. പുതിയ പദ്ധതികൾ ഏറ്റെടുക്കാൻ കരാറുകാർ തയ്യാറാകുന്നുമില്ല. സംസ്ഥാന സർക്കാർ കണക്കുകൾ നൽകാത്തതിനാൽ കേന്ദ്രവിഹിതവും വൈകുകയാണ്. എറണാകുളം ജില്ലയിലെ ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തുകളും ഗ്രാമ നഗരസഭ കോർപ്പറേഷനുകളും ഏറ്റെടുത്ത പ്രവർത്തികളാണ് സംസ്ഥാന വിഹിതം ലഭിക്കാതെയും ചെയ്ത വർക്കുകളുടെ ബിൽ മാറാതെയും പ്രതിസന്ധിയിലായിരിക്കുന്നത്. 6 കോടിയോളം രൂപ ചെയ്തു തീർത്ത പ്രവർത്തികളുടേതായി കരാറുകാർക്ക് നൽകാനുണ്ട്. അനുവദിച്ച തുകയുടെ ബില്ലുകൾ ട്രഷറിയിൽ മാറുന്നുമില്ല. ഈ കരാറുകാർ പഴയ വർക്ക് ചെയ്തേക്കുന്ന വർക്കുകളുടെ പണം കിട്ടിയാലാണ് അവർ പുതിയ ഇപ്പോൾ ഏറ്റെടുത്തേക്കുന്ന വർക്കുകൾ ചെയ്തു തീർക്കുള്ളൂ എന്നുള്ള ഒരു സ്റ്റാൻഡിൽ നിൽക്കുകയാണ്. കരാറുകാർക്ക് കൊടുക്കാനായിട്ട് ഇപ്പം നിലവിൽ എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു 6-7 കോടി രൂപയെങ്കിലും ഇപ്പം നിലവിൽ പെൻഡിങ് ഉണ്ട്. മറ്റൊരു ബുദ്ധിമുട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ബില്ല് കൊണ്ടുവന്നാലും 5 ലക്ഷം രൂപ താഴെയുള്ളതാണ് ട്രഷറിയിൽ മാറുന്നുള്ളൂ. അപ്പം അതും വലിയൊരു പ്രതിസന്ധി തന്നെയാണ്. പണം ലഭിക്കാതെ വന്നതും പാർട്ട് ബില്ലുകൾ മാറാതെ വന്നതും കരാറുകാരെയും പ്രതിസന്ധിയിലാക്കി. ഇതോടെ പുതിയ പ്രവർത്തികൾ കരാറുകാർ ഏറ്റെടുക്കാനും വൈമുഖ്യം കാട്ടുകയാണ്. കേന്ദ്രത്തിൽ നിന്നും അനുവദിച്ച തുകയുടെ കണക്ക് കൃത്യമായി നൽകുന്നതിന് സംസ്ഥാന സർക്കാർ വീഴ്ച വരുത്തുന്നതിനാൽ ജില്ലാ പഞ്ചായത്തുകൾക്ക് കിട്ടാനുള്ള കേന്ദ്രവിഹിതവും വൈകുകയാണ്. മുൻകാലങ്ങളിൽ ചെലവഴിച്ചതിൻ്റെ എക്സ്പെൻഡിച്ചർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സ്റ്റേറ്റ് ഗവൺമെൻറ് സെൻട്രൽ ഗവൺമെൻറ് കൊടുക്കാത്തതുകൊണ്ടാണ് ആ ഫണ്ട് ലഭ്യമാകാത്തതെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അപ്പോൾ എന്താണേലും നമ്മൾ ബന്ധപ്പെടുന്നുണ്ട്. ആ ബന്ധപ്പെടുന്നതോടൊപ്പം തന്നെ അവർ അത് ക്ലിയർ ചെയ്ത് തരുമെന്നുള്ള രീതിയിലാണ് ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ അനാസ്ഥ തുടരുമ്പോൾ വരും മാസങ്ങളിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി മൂലം പ്രവർത്തികൾ പൂർണ്ണമായി സ്തംഭിക്കുന്ന അവസ്ഥയിലേക്കാണ് എത്തുന്നത്. സുധീഷ് ഗോപാൽ, ജനം, കൊച്ചി.